ഹായ് കൂട്ടുകാരെ, അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്ന വാഗമണിലേക്കാണ്. വാഗമണിലേക്ക് നമ്മുടെ നെക്സോൺ കൊണ്ടുള്ള അടുത്തൊരു യാത്രയാണ്. ഏകദേശം ഇപ്പോൾ നെക്സോൺ ഇപ്പോൾ ഏകദേശം നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഏകദേശം 40,000 കിലോമീറ്ററോളം ഓടിയിട്ടുണ്ട്. അപ്പം 3 വർഷം കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു റിവ്യൂ ഉടനെ തന്നെ അടുത്ത വീഡിയോയിൽ ഇടുന്നതാണ്. 3 വർഷം നെക്സോൺ ഉപയോഗിച്ചിട്ട് എങ്ങനെയുണ്ടെന്നുള്ളതിനെക്കുറിച്ചൊക്കെ. എന്തായാലും നമ്മളിന്ന് വാഗമണ് പോവുകയാണ്. വാഗമൺ അപ്പോൾ നമുക്കൊന്ന് അവിടുത്തെ സ്ഥലങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കാം, എന്തൊക്കെയാണ് വാഗമണ് കാണാനുള്ളതെന്ന്. അപ്പോൾ നമ്മൾ ഈരാറ്റുപേട്ട എത്തിയിരിക്കുകയാണ്. നമ്മൾ ഏകദേശം കോട്ടയത്തിൽ നിന്നൊരു 35-40 കിലോമീറ്ററാണ് ഈരാറ്റുപേട്ടയ്ക്കുള്ളത്. കോട്ടയം റെയിൽവേ സ്റ്റേഷൻ എന്നുള്ള ദൂരമാണ് ഞാൻ പറയുന്നത്. ഇവിടെ നിന്നാണ് നമ്മൾ വാഗമണ്ണ് തിരിയുന്നത്. ഇവിടെ നിന്ന് തീക്കോയി വഴി വാഗമണ്ണ് പോവുകയാണ്. ഏകദേശം ഇവിടെ നിന്ന് 20 കിലോമീറ്ററാണ് വാഗമണ്ണുള്ളത്. അപ്പോൾ നമുക്ക് പോകാം. അപ്പോൾ ഇത് തീക്കോയി നമ്മൾ എത്തിയിരിക്കുകയാണ്. തീക്കോയിൽ നിന്നൊരു ജംഗ്ഷനാണ്. നമുക്ക് ഇവിടെ നിന്ന് ഇല്ലിക്കലിലേക്ക് പോകാനായിട്ട് പറ്റും. 13 കിലോമീറ്റർ ഇവിടെ നിന്ന് ലെഫ്റ്റ് പോകണം. ഇലവിഴാപ്പൂഞ്ചിറ 20 കിലോമീറ്റർ ലെഫ്റ്റ് പോകണം. നമുക്ക് നേരെയാണ് പോകേണ്ടത് വാഗമണ്ണ്. നമ്മൾ നേരെ വാഗമണ്ണിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മുടെ തീക്കോയി കഴിഞ്ഞു. ഇത് ഇനി വാഗമണ്ണിലേക്കുള്ള ചുരം സ്റ്റാർട്ട് ചെയ്യുകയാണ്. ആ ഫ്രണ്ടിലെ വളവ് കഴിഞ്ഞാൽ നമ്മൾ വാഗമണ്ണിലേക്കുള്ള ചുരം കയറുകയാണ്. നല്ല വഴിയാണ്. നേരത്തെ വളരെ മോശമായിരുന്നു. ഒരു 5-6 മാസം മുമ്പ് വരെ ഈ വഴിയെക്കുറിച്ച് ഒത്തിരി ന്യൂസുകളൊക്കെ ഉണ്ടായിരുന്നു. വളരെയധികം മോശമായിട്ട് കിടക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ റബ്ബറൈസ്ഡ് ആയിട്ട് ടാർ ചെയ്ത് ഈ രീതിയിൽ ലൈനൊക്കെ വരച്ച് നല്ല വഴിയാണ്. നമുക്ക് ചുരം കയറി പോകാൻ നല്ലൊരു ഫീലിംഗ് കിട്ടും. ഇനി ഇവിടെ നമുക്ക് ഈ ബോർഡ് നമുക്ക് കാണാം, മാർമല വാട്ടർ സ്ട്രീം. 5 കിലോമീറ്റർ അവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് പോകണം. ആ വഴി ആ ഒരു അമ്പലത്തിൻ്റെ ഒരു ബോർഡ് കാണുന്നുണ്ട്. ആ ബോർഡിൽ വഴിയോടെ ഒരു 4 കിലോമീറ്റർ 5 കിലോമീറ്റർ പോയാൽ നമുക്ക് മാർമല വാട്ടർഫാൾസ് കാണാം. നമ്മൾ അവിടെ ബോർഡും വെച്ചിട്ടുണ്ട്, മാർമല വാട്ടർഫാൾസ്. ഇത് നമ്മൾ വാഗമണ്ണിലേക്കുള്ള ചുരം ഇവിടുന്ന് കയറാൻ സ്റ്റാർട്ട് ചെയ്യുക. അപ്പം നമുക്ക് കാണാം നല്ല റോഡാണ്. ഏകദേശം ഒരു വണ്ടിക്ക് പോകാനുള്ള വീതിയേ ഉള്ളൂ. വലിയൊരു വണ്ടി മുകളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് സൈഡ് കൊടുക്കാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. എങ്കിലും നല്ല റോഡാണ്. ഇപ്പം ഏകദേശം വൈകിട്ട് സമയമാണ്. ഇപ്പം മുകളിലേക്ക് ഹിൽ സ്റ്റേഷനിലേക്ക് പോയ ടൂറിസ്റ്റുകളൊക്കെ തിരിച്ച് ഇറങ്ങി വരുന്ന സമയമാണ്. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മുകളിൽ നിന്ന് ബസ്സുകളും വാനുകളും ടൂറിസ്റ്റ് ബസ്സുകളെല്ലാം ഇറങ്ങി വരുന്നത് കാണാനായിട്ട് പറ്റും. ഞാൻ പറഞ്ഞ പോലെ റൂട്ടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ കോട്ടയത്ത് നിന്ന് ഏകദേശം 10, 25, 30 കിലോമീറ്റർ സഞ്ചരിച്ചാൽ തീക്കോയി എത്തും. തീക്കോയിൽ നിന്ന് നമുക്ക് വാഗമണ്ണ് പോകുന്ന വഴിക്ക് കുറേ സ്ഥലങ്ങൾ കാണാനുണ്ട്. ഈ പറഞ്ഞ ഇല്ലിക്കൽ കല്ലുണ്ട്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 13 കിലോമീറ്റർ പോയ ഇല്ലിക്കലിലെത്തും. അതിനുശേഷം നമുക്ക് അയ്യമ്പാറ എന്നൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. പിന്നെ ഇലവിഴാപ്പൂഞ്ചിറുണ്ട്. ഇതെല്ലാം ഈ ഒരു 10-20 കിലോമീറ്റർ ചുറ്റളവിലുള്ളതാണ്. നമുക്ക് രാവിലെ എത്തുവാണെങ്കിൽ അതെല്ലാം കണ്ടുപോകാനായിട്ട് പറ്റും. പിന്നെ ഇങ്ങനെ വന്ന് നമുക്ക് മാർമല വാട്ടർഫാൾസ് കാണാം. അതിനുശേഷം മുകളിലേക്ക് ഇപ്പോൾ നമ്മൾ കയറി പോകുന്ന വഴി ചെന്ന് കഴിഞ്ഞാൽ വാഗമണ്ണിലേക്കുള്ള വഴി ഇഷ്ടംപടി വ്യൂ പോയിൻറ്റുകളുണ്ട്. അങ്ങനെ പിന്നെ വാഗമണ്ണി എന്നാൽ നമുക്ക് വീണ്ടും തേയിലക്കാടുകളും ഏലത്തോട്ടങ്ങളും ഒക്കെ ആയിട്ട് നല്ല മനോഹരമായ കാഴ്ചകളാണ്. അപ്പോൾ അങ്ങനെ ഈ ഒരു റൂട്ടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ട്രിപ്പിൽ വളരെയധികം സ്ഥലങ്ങൾ കണ്ട് എൻജോയ് ചെയ്ത് വ്യത്യസ്തമായ അനുഭൂതിയിലൂടെ നമുക്ക് പോകാനായിട്ട് പറ്റും. അപ്പോൾ അതാണ് ഈ റൂട്ടിൻ്റെ പ്രത്യേകത. അപ്പോൾ നിങ്ങൾക്ക് വഴി കാണാം, നല്ല ടാർ ചെയ്ത വഴിയാണ്. വണ്ടിയൊക്കെ പോകുന്നതിന് യാതൊരു പാടുമില്ല. അത്യാവശ്യം വീതിയുണ്ട്. ഇനി നമ്മൾ മുകളിലേക്ക് ഒരു 10-12 കിലോമീറ്റർ ചെല്ലുമ്പോഴാണ് ടോപ്പ് സ്റ്റേഷനിൽ എത്തുന്നത്. അപ്പോൾ നമ്മൾ എത്തി അവസാനം വ്യൂ പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് വ്യൂ പോയിന്റ് എന്ന് പറയുന്നത്. അവിടെ നിങ്ങൾക്ക് ഒരു കെട്ടിടം കാണാം, ലൈറ്റൊക്കെ ഉള്ളത്. അതാണ് അവിടെ നിന്ന് നമുക്ക് ഈ വാച്ച് ടവറാണ്. അത് ഓപ്പൺ അല്ല ഇപ്പം, പക്ഷേ എന്നാലും നമുക്ക് ഈ റോഡ് സൈഡിലാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടുന്ന് വാഗമൺ ഏകദേശം 1 കിലോമീറ്റർ കഷ്ടിയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഒരു നല്ലൊരു വ്യൂ പോയിൻ്റാണ്. നിങ്ങൾക്ക് കാണാൻ നല്ല സൂപ്പർ വ്യൂ ആണ്. ഏകദേശം ഒരു 6:45 സമയമാണിത്. ആ ലൈറ്റ് കാണുന്നത് നിങ്ങൾക്ക് താഴെ ലൈറ്റ് പോലെ കാണാം. അത് നമ്മൾ കയറി വന്ന വഴിയാണ്. ആ മല ചുറ്റിയാണ് നമ്മളിവിടെ കയറി വന്ന്. ആ മല ചുറ്റി ഇങ്ങനെ വന്ന് കയറി ഇവിടെ എത്തി. നമ്മൾ ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇവിടെ ഒത്തിരി വണ്ടികളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതൊരു വ്യൂ പോയിൻ്റ് ആയതുകൊണ്ട് തന്നെ ഒത്തിരി ആൾക്കാർ വണ്ടി നിർത്തി ഇവിടെ കാണുന്ന സ്ഥലമാണ്. ഇതാണ് വാഗമണ്ണിലെ ഒരു മെയിൻ വ്യൂ പോയിൻ്റ്. ഇനി നമ്മൾ മല ചുറ്റി മുകളിലോട്ട് വാഗമണ്ണിലേക്ക് ഏകദേശം 1.5 കിലോമീറ്റർ കഴിഞ്ഞ് വാഗമൺ ടൗൺ എത്തും. ഇത് നല്ലൊരു കാഴ്ചയാണ്. ഇവിടെ വൈകിട്ട് ഏകദേശം 6:30 സമയമാണ്. നല്ല തണുപ്പുണ്ട്, നല്ല കാറ്റുണ്ട്, നല്ല സൂര്യനെ അസ്തമിച്ച് നിൽക്കുന്ന ആ ഒരു കാഴ്ച നമുക്ക് അവിടെ കാണാം. ഗൈസ്, അവിടെ മലയുടെ മുകളിൽ തീ കത്തി നിൽക്കുന്നത് കാണാം. അത് ഫയർ ബെല്ല് ഇട്ടിരിക്കുന്നതാണ്. നമ്മൾ എല്ലാ വേനൽക്കും ഇങ്ങനെ തീ കത്തിച്ച് തീപിടുത്തം ഒഴിവാക്കാനായിട്ട് ഫയർ ബെൽറ്റ് ചെയ്യുന്നതാണ്. അത് അവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും.
അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത സ്പോട്ട്. നമ്മൾ ഏകദേശം മുമ്പേ കണ്ട സ്ഥലത്ത് നിന്ന് 1 കിലോമീറ്റർ വന്നപ്പം വാഗമൺ കുരിശുമല ആശ്രമം ഇവിടെയുണ്ട്. ഇവിടെ ഇതിൻ്റെ മുകളിലേക്ക് കയറി പോയാൽ അവിടെ ഒരു ആശ്രമമുണ്ട്, കപ്പൂച്ചനച്ചന്മാരുടെ ആശ്രമമാണ്. അതുപോലെ തന്നെ ഒരു ഫാം ഹൗസ് ഉണ്ട്. കുരിശുമല മിൽക്കൊക്കെ ഇവിടെ നിന്നാണ് രാവിലെ വരുന്നത്. അപ്പോൾ നമ്മൾ ഏകദേശം വാഗമൺ ടൗണെത്താറായി. ഇനി ഏകദേശം ഒരു 1 കിലോമീറ്റർ കൂടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ വാഗമൺ സിറ്റി എത്തും. ഇവിടെ ഒത്തിരി റിസോർട്ടുകളൊക്കെ ഉണ്ട്, അങ്ങോട്ട് നോക്കി കാണാം. ഇതെല്ലാം റിസോർട്ടുകളാണ്, ലൈറ്റൊക്കെ കാണാം. ഏകദേശം ഈ സമയത്ത് റിസോർട്ടുകളൊക്കെ ഫുൾ ഫങ്ഷനിങ് ആയ സമയമാണ്, വർക്കിംഗ് ആയ സമയമാണ്. ഇനി അങ്ങോട്ട് നമ്മൾ വാഗമണ് മെയിൻ പോയിന്റ് എത്തിയിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് റിസോർട്ടുകളാണ്. ഇവിടെ ഈ ഒരു ടൗണുമായിട്ട് ബന്ധപ്പെട്ട് റിസോർട്ടുകൾ ഇഷ്ടംപടി നമുക്ക് കാണാനായിട്ട് സാധിക്കും. പല കോസ്റ്റിലും പല റേറ്റിലുള്ള റിസോർട്ടുകളുണ്ട്. അതിനുശേഷം പിന്നെ നമുക്കിവിടെ പൈൻ വാലി ഉണ്ട്, മൊട്ടക്കുന്നുണ്ട്. അതുപോലെ തന്നെ വാഗമണ്ണിൽ നമുക്ക് പല റൂട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് പോകാനായിട്ട് പറ്റും. ഏലപ്പാറ റൂട്ടിൽ പോകാം, കട്ടപ്പന റൂട്ടിൽ പോകാം, മൊട്ടക്കുന്ന് വഴി പോകാം. അങ്ങനെ പല റൂട്ടുകളുണ്ട്. ഒത്തിരി വ്യൂ പോയിൻറ്റുകൾ ഇവിടെ ഉണ്ട് തൊട്ടടുത്തടുത്തായിട്ട്. അതാണ് ഈ സ്ഥലത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമുക്ക് ഒരു വാഗമണ്ണിൽ സ്റ്റേ ചെയ്ത 2 ദിവസം കാണാനുള്ള വ്യൂ പോയിൻറ്റുകളുണ്ട്. റിസോർട്ടുകളും ധാരാളം ഉണ്ട്. നമുക്ക് നേരത്തെ ബുക്ക് ചെയ്തിട്ട് വരാം, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ വന്നിട്ട് ബുക്ക് ചെയ്യാം. പല റേറ്റിലുള്ള റിസോർട്ടുകളുണ്ട്. അപ്പോൾ കൂടെ നമ്മൾ ഈ ഒരു ജംഗ്ഷൻ എത്തിയിരിക്കുകയാണ്. ഇത് വാഗമണ്ണിലേക്ക് തിരിയുന്ന ജംഗ്ഷനാണ്. ഇവിടുന്ന് ലെഫ്റ്റ് പോവുകയാണെങ്കിൽ വാഗമണ്ണ്, റൈറ്റ് പോവുകയാണെങ്കിൽ ഏലപ്പാറ. നമ്മളിപ്പോൾ കോട്ടയത്ത് നിന്ന് ഏകദേശം 20 കിലോമീറ്റർ 30-40 കിലോമീറ്റർ യാത്ര ചെയ്ത് തീക്കോയി എത്തി. തീക്കോയിൽ നിന്ന് ഏകദേശം 20 കിലോമീറ്റർ യാത്ര ചെയ്ത് ഇവിടെ എത്തി. ലെഫ്റ്റ് വാഗമൺ ടൗണാണ്. ആ വഴി പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ നല്ല മലനിരകളും അതുപോലെ തന്നെ പാറയും അങ്ങനെയുള്ള കാഴ്ചകളാണ്. വലതുവശത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കവിടെ ആ റൂട്ടിൽ വലതുവശത്തേക്ക് പോയി കഴിഞ്ഞാൽ ഏലപ്പാറ റൂട്ടാണ്. ആ റൂട്ടിലാണ് നമുക്ക് കൂടുതലും വ്യൂ പോയിൻറ്റുകളുള്ളത്. ഈ പറഞ്ഞ പോലെ നമ്മുടെ മൊട്ടക്കുന്നുകളും അതുപോലെ പൈൻ വാലി, പിന്നെ തേയിലക്കാടുകളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ താഴ്വാരങ്ങളും മലനിരകളും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള കാഴ്ചയാണ്. രാവിലെ സമയത്തൊക്കെ 6 മണി സമയത്തൊക്കെ ഒരു നല്ല തൂവെള്ള നിറത്തിൽ മഞ്ഞ് നിറഞ്ഞ് ഈ തേയിലക്കാടുകളൊക്കെ നിൽക്കുന്നത് കാണാനായിട്ട് വളരെ ഭംഗിയാണ്. അത് ഈ റൈറ്റിലേക്കുള്ള റൂട്ട് ഏലപ്പാറ റൂട്ടിലാണ് നമുക്ക് ലഭിക്കുക. ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ കൂടുതൽ റെസിഡൻഷ്യൽ ഏരിയയാണ്. എങ്കിലും ഇത് കുറച്ച് കൃഷിയും അങ്ങനത്തെ വെജിറ്റേഷനും ഒക്കെ ഉണ്ട്. പക്ഷേ എങ്കിൽ പോലും കൂടുതൽ റെസിഡൻഷ്യൽ ഏരിയയാണ് ലെഫ്റ്റിലേക്ക്. നമ്മളിന്ന് റൈറ്റ് പോയി നമ്മൾ മൊട്ടക്കുന്ന് വഴി നമ്മൾ കട്ടപ്പനയ്ക്കാണ് പോകുന്നത്. ഏകദേശം സമയം 7 മണിയായി. അതുകൊണ്ട് ലൈറ്റൊക്കെ വന്നു, ഇരുട്ടായി. എന്തായാലും നമ്മൾ റൈറ്റ് തിരിഞ്ഞ് പോകാം. ഓക്കെ, ഇതാണപ്പം ഒരു ജംഗ്ഷൻ. ഈ ജംഗ്ഷനിൽ നിന്നാണ് നമ്മൾ ഡിവൈറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഏകദേശം രാത്രി ആയ സമയം 7 മണിയായി. നമ്മൾ നേരെ പോവുകയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞതുപോലെ നമുക്ക് ഏലപ്പാറയാണ്. നമുക്കിപ്പം ലെഫ്റ്റിലേക്കാണ് ഞാൻ തിരിയുന്നത്. ലെഫ്റ്റിലേക്ക് കയറി ഇത് മൊട്ടക്കുന്നിലേക്കുള്ള വഴിയാണ്. മൊട്ടക്കുന്ന് വഴി കട്ടപ്പന ആണെന്ന് പോകുന്നത്. അപ്പം ആ റൂട്ട് നമുക്ക് പോകാനായിട്ട് വരും. പക്ഷേ ഇപ്പോൾ രാത്രിയായി ഓൾറെഡി. ഇനിയിപ്പം ആ റൂട്ടിലെ കാഴ്ചകളൊന്നും കാണാനായിട്ട് നമുക്ക് പറ്റില്ല. നല്ല കാഴ്ചയാണ്. റിസോർട്ടുകളും അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മലകളും താഴ്വാരങ്ങളൊക്കെ ആയിട്ട് നല്ല കാഴ്ചയാണ്. ബട്ട് രാത്രി ആയതുകൊണ്ട് നമുക്ക് വേറൊരു ദിവസം നെക്സ്റ്റ് വീഡിയോയിൽ അതിൽ നിങ്ങളെ കാണിക്കാം. ഇപ്പം എന്തായാലും നമ്മൾ ഇതാണ് ഈ കാണുന്ന ഭാഗമാണ് മൊട്ടക്കുന്ന്. കുറച്ച് കടകളൊക്കെ കാണാം. കാറ് കിടക്കുന്ന ആ സൈഡിൽ മൊട്ടക്കുന്ന് എൻട്രൻസ് ഉണ്ട്. അപ്പോൾ ഇതാണ് മൊട്ടക്കുന്നിലേക്കുള്ള എൻട്രൻസ്. ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഇതാണ് മൊട്ടക്കുന്നിലേക്കുള്ള എൻട്രൻസ്. ഇരുട്ടാണ്, ലൈറ്റൊന്നുമില്ല. എന്തായാലും നമ്മൾ ഇന്ന് നേരെ പോവാണ്. കയറാൻ നമുക്ക് ഓൾറെഡി ക്ലോസ്ഡ് ആണ് അതെല്ലാം. അപ്പം വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. See you.